നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കുന്നു, അതേ അളവിൽ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് കുഞ്ഞേച്ചി അകന്നു പോയിക്കൊണ്ടിരിക്കുക. അത് മാറണം. അതിന് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. കുഞ്ഞേ, അയ്യോ കുഞ്ഞേച്ചി, എന്റെ മോൾക്ക് എന്താ പറ്റിയ? എന്ത് പറ്റി മോളെ? പറ മോളെ, എന്താ ഉണ്ടായ? കരയാതെ കാര്യം പറ. മോളുടെ കൈക്ക് എന്താ പറ്റിയ? നിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല മോളെ. പൊന്നിച്ചി, പൊന്നിച്ചി, മോൾക്ക് എന്താ പറ്റിയ? സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടിയുടെ മുമ്പിൽ ചാടിയത്. അയ്യോ, ചെറുതായിട്ടൊന്ന് ഏശിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ബർത്ത്ഡേക്ക് അന്നിവിടെ വന്നില്ലേ ഒരാള്, അയാൾ വന്ന് മോളെ രക്ഷിച്ചു. ഈശ്വര, ഇനി എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ആർക്കറിയാം. മോളെ, വേറെ എവിടെയെങ്കിലും മുറിവുണ്ടോ മോളെ? കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ആരും കേട്ടില്ല. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വേദനിക്കുന്നുണ്ടോ മോളെ? നല്ല വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ഇവളിങ്ങനെ കരയില്ല. പൊന്നേച്ചി, നമുക്ക് മോളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? വണ്ടി ഇടിച്ചപ്പോ തല തട്ടുവോ മുട്ടുവോ ചെയ്തെങ്കിൽ കുഞ്ഞിനത് കേടായി തീരും. അതാ. അയ്യോ കുഞ്ഞെ, അത് ചേച്ചി എന്താ ഇങ്ങനെ മേടിച്ചിരിക്കുന്നേ? മോളെ കൊണ്ടുപോയി സ്കാനിങ് മറ്റെന്ത് വേണമെന്ന് വെച്ചാ ചെയ്യാം. ചേച്ചി ഒന്ന് വാ ചേച്ചി. പോവാ മോളെ, നമുക്കേ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. വാ. കുഞ്ഞേച്ചി, പൊന്നി, മോളെയും കൂട്ടി അപ്പുറത്തേക്ക് ചെല്ല്. വാ മോളെ. കുഞ്ഞേച്ചി, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. എന്തിനു വേണ്ടി അരിഞ്ഞടി ഈ നാടകം? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് എന്ത് പുണ്യം കിട്ടാനായിരുന്നു ഈ തരം താഴ്ന്ന പ്രകടനമെന്ന്. ക്ഷമിക്കണം കുഞ്ഞേച്ചി, മറ്റൊന്നും കൊണ്ടല്ല. കുഞ്ഞേച്ചി എന്റെ കൂടെ കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടിട്ടാ. ഞാനിങ്ങനെ കിടക്കുമ്പോ കുഞ്ഞേച്ചിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമല്ലോ. വിഷ്ണുവേട്ടനോട് സംസാരിക്കാനുള്ള അവസരവും കിട്ടും. അതാ, ഞങ്ങൾക്ക് മാത്രം മതിയോ കുഞ്ഞേച്ചി? കുടുംബവും ജീവിതവും ഒക്കെ കുഞ്ഞേച്ചിക്ക് വേണ്ട അതൊക്കെ. കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കുന്നു, അതേ അളവിൽ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് കുഞ്ഞേച്ചിയും അകന്നു പോയിക്കൊണ്ടിരിക്കുക. അത് മാറണം. അതിന് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. അതൊരു തെറ്റാണെങ്കിൽ കുഞ്ഞേച്ചി എന്നെ ശിക്ഷിച്ചോ. എന്നിട്ടും ദേഷ്യം തീർന്നില്ലെങ്കിൽ എന്നെ അങ്ങ് കൊന്നോ. കുഞ്ഞേച്ചി, ഇന്ന് ഈ വീട്ടില് നീ മൂലം എല്ലാവരും ചതിക്കപ്പെട്ട് നിൽക്കുക. ചതിക്ക് ഒരു കുഴപ്പമുണ്ട്, അതിന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ പുറത്തു വരും. അന്ന് നീ പറയുന്ന ന്യായങ്ങൾ ഒന്നും അതിന് പരിഹാരം ആവില്ല. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. കുഞ്ഞേച്ചി ഇവിടെ നിർത്താൻ എന്റെ മനസ്സിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ ഈ പ്രവൃത്തിക്ക് കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. കുഞ്ഞേച്ചി, എടി, നീ ഒരാളെയും രണ്ടാളെ അല്ല പറ്റിക്കുന്നെ, ഈ കുടുംബത്തിലുള്ളവരെ മുഴുവനാ. എടി, അങ്ങനെ നോക്കുമ്പോ നീയും ആ കാർത്തികൻ തമ്മിൽ എന്താടി വ്യത്യാസം? ഞാൻ ഇറങ്ങുക. ഇതൊക്കെ എന്തിന്റെ പേരിലാണെങ്കിലും
എനിക്കിനി നിൽക്കാൻ പറ്റില്ല. എടി, എടി സത്യാമ്മ മറ്റുള്ളവർ ഈ കാര്യം അറിഞ്ഞാലുള്ള കാര്യം നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനും കൂടി കൂട്ടു നിന്നിട്ടാണെന്നല്ലേ അവര് കരുതൂ. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി? ഞാനല്ല, നീ ആയിട്ട് തന്നെ ഇക്കാര്യം സത്യാമ്മ അറിയിക്കണം. തെറ്റേറ്റ് പറഞ്ഞ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞോണം. കുഞ്ഞേച്ചി, പറയുന്നത് അനുസരിച്ചാ മാത്രം മതി. ഇനി ഇതിന്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തൽ ഈ വീട്ടിൽ നിന്ന് നേരിടാൻ നീ ആയിട്ട് ഇടവരുത്തരുത്. കുഞ്ഞേച്ചി, ഞാൻ പോവാ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? കുഞ്ഞേച്ചി. ഞാൻ പോന്നു. കുഞ്ഞേച്ചി, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ചേച്ചിയമ്മേ, ചേച്ചിയമ്മ പോവാണോ? ഇനി വരില്ലേ? വരും. ഇപ്പോ ഉള്ള അമ്മയുടെ അടുത്തേക്ക് ചെല്ല. പോട്ടെ. അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.